ഇടുക്കി നാരകക്കാനത്ത് ജീപ്പ് താഴ്ചയിലേക്ക് മറിഞ്ഞ് രണ്ടുപേർ മരിച്ചു എന്നൊരു വാർത്ത വരുന്നു. മണ്ണത്തൂർ സ്വദേശി സാറാമ്മയും 6 മാസം പ്രായമുള്ള കുട്ടിയുമാണ് മരിച്ചത്. പരിക്കേറ്റ 3 പേരുടെ നില ഗുരുതരമാണ്. എറണാകുളം മണ്ണത്തൂർ സ്വദേശികളായ 12 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. കുരിശുമല സന്ദർശിച്ച് മടങ്ങവെയാണ് അപകടമുണ്ടായത്. 200 അടി താഴ്ചയിലേക്ക് വാഹനം മറിയുകയായിരുന്നു. രാഹുൽ സുരേഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ സുരേഷ്, വലിയൊരു അപകടമാണ് സംഭവിച്ചത്. 12 പേരോളം ആ ജീപ്പിൽ ഉണ്ടായിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങവെയായിരുന്നു അപകടം. കുത്തിറക്കത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണോ അപകടത്തിന്റെ കാരണം? രാഹുൽ സുരേഷ്, ഇപ്പോൾ ആശുപത്രിയിലുള്ളവരുടെ നില എങ്ങനെയാണ്? ഡോക്ടർ അരുൺ, ഈ കുത്തനെയുള്ള ഇറക്കത്തിൽ വാഹനം ഇറങ്ങി വരികയായിരുന്നു. അതിനിടയിൽ ജീപ്പിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട ശേഷം 200 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു എന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയ അവിടുത്തെ പ്രദേശവാസികൾ തന്നെ നമ്മളോട് പറഞ്ഞത്. കൂത്താട്ടുകുളത്തിന് സമീപം ഉള്ള മണ്ണത്തൂർ എന്ന സ്ഥലത്ത് നിന്നുമാണ് വിവാഹത്തിനായി ഈ 12 പേരടങ്ങുന്ന സംഘം ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നത്. നാരകക്കാനത്ത് ഇന്ന് രാവിലെയായിരുന്നു ഈ വിവാഹം. അതിനുശേഷം കുരിശുമല തീർത്ഥാടനത്തിന് വേണ്ടി അവർ ജീപ്പിൽ കയറി പോകുന്നു. അവിടെ തീർത്ഥാടനം നടത്തിയ ശേഷം താഴേക്ക് ഇറങ്ങി വരികയായിരുന്നു. അതിനിടയിലാണ് ജീപ്പിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും 200 അടി താഴ്ചയിലേക്ക് വീഴുകയും ചെയ്തത്. മണ്ണത്തൂർ സ്വദേശികളായ 12 പേരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. അതിൽ 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന് ഉൾപ്പെടെ 2 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. 66 വയസ്സുള്ള ഒരു സ്ത്രീക്കും 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനുമാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ 2 പേരുടെ മൃതദേഹം ഇപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മറ്റ് ഗുരുതരമായി പരിക്കേറ്റ 3 പേരെ പാലായിലെ മാർസ്ലീവ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് അങ്ങനെ 3, 2, 5 ബാക്കിയുള്ള 7 പേരുടെ പഴുക്ക് നിസ്സാരമാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. ബാക്കിയുള്ള 7 പേരും ഇടുക്കി മെഡിക്കൽ കോളേജിലാണ് നിലവിൽ ചികിത്സയിൽ തുടരുന്നത്. എന്താണെങ്കിലും അതിദാരുണമായിട്ടുള്ള സംഭവമാണ് നാരകക്കാനത്ത് സംഭവിച്ചിരിക്കുന്നത്. അരുൺ, ഓക്കെ, രാഹുൽ സുരേഷാണ് വിവരം നൽകിയത്. 6 മാസം പ്രായമായ കുഞ്ഞും ഒരു സ്ത്രീയുമാണ് അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. കുരിശുമലയിൽ നിന്ന് താഴേക്കിറങ്ങുന്നതിനിടയിലാണ് നിയന്ത്രണം വിട്ട ജീപ്പ് 200 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ അപകടമുണ്ടായത്.